Hi guys, welcome back. In today's video, we are going to talk about management accounting, under which we are going to break down EOQ, Economic Order Quantity. Okay, അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞുതരേ. സോ ലെറ്റ്സ് ടേക്ക് കല്യാൺ സിൽസ്. ഇപ്പം നമുക്ക് കല്യാൺ സിൽസിൽ ഒരു ആനുവൽ ഡിമാൻഡായിട്ട് 10,000 യൂണിറ്റ്സ് വരും. 10,000 യൂണിറ്റ്സിൻ്റെ ഷർട്ട് ആനുവൽ ഡിമാൻഡായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഓരോ തവണയും ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡറിങ് കോസ്റ്റ് ആയിട്ട് ഒരു $2 വരും. പിന്നെ ഹോൾഡിങ് കോസ്റ്റ്, നമ്മൾ ഈ കൊണ്ടുവരുന്ന യൂണിറ്റ്സ് ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൽ ഒരു യൂണിറ്റ് ഹോൾഡ് ചെയ്യാൻ തന്നെ എത്ര ഡോളേഴ്സ് വരും? $5 വരും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഓരോ തവണയും നമ്മളിപ്പോൾ ഈ 10,000 യൂണിറ്റ്സ് ഒന്നിച്ച് ഞാൻ പർച്ചേസ് ചെയ്ത് വെക്കത്തില്ലല്ലോ, ഓരോ തവണയായിട്ടായിരിക്കുമല്ലോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോഴും എത്ര ക്വാണ്ടിറ്റി വേണം ഞാൻ പർച്ചേസ് ചെയ്യേണ്ടത്? 10,000 യൂണിറ്റ്സ് ഒന്നിച്ച് ഞാൻ പർച്ചേസ് ചെയ്യത്തില്ല, കുറച്ചായിട്ടായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുറച്ചെന്ന് പറയത്തില്ലേ, അത് എത്ര ആയിരിക്കും, ആ ക്വാണ്ടിറ്റി എത്ര ആയിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കാരണം നമ്മൾ ഒരുപാട് തവണ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് കൂടും, അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നിച്ച് പർച്ചേസ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഹോൾഡിങ് കോസ്റ്റ് കൂടും. അന്ന് ഇത് രണ്ടും കൂടെ നമുക്ക് ബാലൻസ് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് EOQ എന്നുള്ളൊരു ഇക്വേഷൻ. അപ്പോൾ EOQ എന്താ? EOQ help us to find out the ideal quantity that should be purchased while minimizing the inventory cost. അപ്പോൾ ഇൻവെൻട്രി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ഹോൾഡിങ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് ഇൻറ്റു ആനുവൽ ഡിമാൻഡ് അപ്പോൺ ഹോൾഡിംഗ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് ഫോർ 1 ഇയർ. നമ്മുടെ ഇക്വേഷനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 2 ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് ഈസ് $2 ആൻഡ് ദ ആനുവൽ ഡിമാൻഡ് ഈസ് 10,000 യൂണിറ്റ്സ് ഓഫ് ഷർട്ട് അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് ഫോർ 1 യൂണിറ്റ് ഫോർ 1 ഇയർ ഈസ് $5. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 89.44 എന്ന് കിട്ടും. സോ റൗണ്ടഡ് ടു 89 യൂണിറ്റ്സ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് കോൺസെപ്റ്റ്, റൈറ്റ്? അപ്പോൾ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും വീഡിയോസ്, ഏതെങ്കിലും കോൺസെപ്റ്റുകളെ പറ്റി കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. എന്തായാലും നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കേ. താങ്ക് യു.